കഴിഞ്ഞ വർഷം ഹൗ ടു ട്രെയിൻ യുവർ ഡ്രാഗൺ എന്ന സിനിമയുടെ ലൈവ് ആക്ഷൻ വേർഷൻ ഇറങ്ങിയപ്പോൾ അത് ആനിമേഷൻ വേർഷന്റെ സീൻ ബൈ സീൻ കോപ്പി പോലെ ഉണ്ടാക്കാനായിരുന്നില്ല അവർ ശ്രമിച്ചത്. കുറച്ചുകൂടി ന്യൂആൻസസുകൾ ആഡ് ചെയ്തുകൊണ്ട് ഒരല്പം കൂടി മെച്യൂറായ ഓഡിയൻസിനെ കൺസിഡർ ചെയ്യുന്ന രീതിയിലാണ് ആ പടത്തിന്റെ ഒരു കൺസ്ട്രക്ഷൻ. ഒരേ കഥ അതേപോലെ വീണ്ടും കാണുക എന്ന് പറയുന്നതിന് മുകളിലായിട്ട് ഒരു എക്സ്പീരിയൻസ് ആ സിനിമ തന്നിരുന്നു. ഇപ്പോൾ പുറത്തു വന്നിട്ടില്ല ഇതുപോലെ ലൈവ് ആക്ഷൻ ആക്കിയിട്ടുള്ള മൊവാന കാണുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഏറ്റവും ആദ്യം വരുന്ന ഒരു ചോദ്യം, ഇത് ഈ അടുത്ത് വന്ന സിനിമയല്ലേ, ഈ കഥ വീണ്ടും പറയാനുള്ളൊരു പഴക്കമൊക്കെ ഇതിന് വന്നോ എന്നായിരിക്കും. ആദ്യം 2025 ജൂണിൽ ഇറക്കാൻ തീരുമാനിച്ച സിനിമ കുറച്ച് പഴക്കം കിട്ടാൻ വേണ്ടി ഒരു കൊല്ലം പുറകോട്ട് ചവിട്ടിയിട്ടും കുറച്ച് ധൃതി പിടിച്ചു വന്നതുപോലത്തെ ഒരു ഫീലാണ് കിട്ടുന്നത്. കഥയും കഥാസന്ദർഭങ്ങളും ആനിമേഷൻ സിനിമയുടെ അതേ കാര്യം തന്നെ ആയതുകൊണ്ട് മോശം സിനിമ എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. പക്ഷേ ഒരു ആനിമേഷൻ സിനിമയുടെ വൈബ്രൻസി എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു കഥയ്ക്ക് വളരെ ആവശ്യമുള്ള ഒന്നാണ്. അത് വളരെ കുറവായിട്ടുള്ള ഈ ഒരു സിനിമ പ്രൊഡക്ഷൻ ഹൗസിനും കാണാൻ വന്ന ഓഡിയൻസിനും ഒരു അനാവശ്യ ചെലവ് മാത്രമായിട്ട് ഒതുങ്ങുകയാണ്. എല്ലാവർക്കും അറിയുന്നത് പോലെ മോണ്ടന്യൂയി ഐലൻഡിലെ മൊവാനയുടെ കഥയാണിത്. കടലിന്റെ ഉള്ളോട്ടേക്ക് പോകരുത് എന്ന് അച്ഛന്റെ സ്ട്രിക്റ്റ് ഓർഡർ ഉള്ളതുകൊണ്ട് പുള്ളിക്കാരിക്ക് ആഗ്രഹമുണ്ടായിട്ടും കടലിലേക്ക് പോകാൻ പറ്റുന്നില്ല. അങ്ങനെ വർഷങ്ങൾക്കിപ്പുറം ആ ദ്വീപിൽ ഒരു പ്രത്യേക സാഹചര്യം വന്ന് വിളകളൊക്കെ നശിക്കുകയും മീൻ കിട്ടാതെ ആവുകയും ഒക്കെ ചെയ്തപ്പോൾ മൊവാനയോട് അവളുടെ മുത്തശ്ശി കടലിലേക്ക് പോയിട്ട് മാവി എന്നൊരു ഡെമി ഗോഡിനെ കാണാൻ പറയുന്നു. അങ്ങനെ സ്വന്തം ദ്വീപിലെ ആൾക്കാരെ സഹായിക്കാൻ വേണ്ടി മാവിയെ നോക്കി കടലിൽ പോകുന്ന മൊവാനയുടെ കഥയാണ് നമ്മൾ ഈ പടത്തിൽ കാണുന്നത്. ഈ വിഷ്വൽ ഗ്രാൻഡ്യോർ എന്ന് പറയുന്ന സാധനം ഒരു ആനിമേഷൻ സിനിമ സൃഷ്ടിക്കുന്നതും ലൈവ് ആക്ഷൻ സിനിമ സൃഷ്ടിക്കുന്നതും തമ്മിൽ കാര്യമായൊരു വ്യത്യാസമുണ്ട്. ചില ആനിമേഷൻ സിനിമകൾ കാണുമ്പോൾ അത് കുറച്ച് റിയൽ ആയിട്ടുള്ള ഒരു സിനിമ ഫോർമാറ്റിൽ ഉണ്ടായിരുന്നെങ്കിൽ രസമായേനെ എന്ന് നമുക്ക് തോന്നും. എന്റെ അഭിപ്രായത്തിൽ മൊവാന അത്തരത്തിലുള്ള ഒരു ആഗ്രഹം പ്രേക്ഷകരിൽ ഉണ്ടാക്കുന്ന തരം സിനിമയല്ല. ആനിമേഷൻ വേർഷനിൽ വന്നിട്ടുള്ള ടിഫിറ്റി തന്നെ സ്ക്രീനിൽ കാണാൻ അങ്ങേയറ്റം ബ്യൂട്ടിഫുൾ ആണ്. എൻ്റെ അഭിപ്രായത്തിൽ ആ സീനുകളുടെയൊക്കെ ഭംഗി ലൈവ് ആക്ഷൻ വേർഷനിലേക്ക് വന്നപ്പോൾ കുറയുകയാണ് ചെയ്തിട്ടുള്ളത്. ഒരു ഘട്ടത്തിൽ ഒരു രാത്രി മൊവാനയെ മുത്തശ്ശി ബീച്ചിലേക്ക് കൊണ്ടുപോകുന്നതും അവിടെ വെച്ച് കടൽ അവളെ ഒന്ന് ബ്ലസ് ചെയ്യുന്നതും ഒക്കെ കാണിക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ സ്കെയിലാണ് ആ സീനിനെ ഭംഗിയുള്ളതാക്കുന്നത്. ലൈവ് ആക്ഷനിലേക്ക് വരുമ്പോൾ ആ ഒരു സ്കെയിൽ കുറയുകയാണ്. ഈ ക്യാരക്ടറുകൾ മൂവ് ചെയ്യുന്നതിന്റെ ഫിസിക്കൽ ഡൈനാമിക്സ് ഒക്കെ വിഷ്വൽ കോമഡി ഉണ്ടാക്കുന്നതിൽ ആനിമേഷൻ സിനിമയെ സഹായിച്ച ഒന്നാണ്. അതും ഈ പുതിയ വേർഷനിൽ മിസ്സിംഗ് ആണ്. ഡ്വെയ്ൻ ജോൺസൺ ആയിരുന്നു മാവി എന്ന കഥാപാത്രത്തിന്റെ ആനിമേഷൻ വേർഷന് ശബ്ദം കൊടുത്തത്. ലൈവ് ആക്ഷനിലേക്ക് വരുമ്പോൾ പുള്ളി തന്നെയാണ് ആ കഥാപാത്രത്തെ ചെയ്തിട്ടുള്ളത്. ആനിമേഷനിലെ കഥാപാത്രത്തോട് സമാനമായ ഒരു സൈസ് ഒപ്പിക്കാൻ വേണ്ടിയിട്ട് പുള്ളിക്ക് ഒരു ബോഡി സൂട്ടൊക്കെ അവർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരേ മോഡുലേഷനിൽ ഡയലോഗ് പറഞ്ഞാലും വോയിസ് ആക്ടിംഗ് എന്നതും രണ്ടും രണ്ട് ലെവലാണ് എന്നത് മനസ്സിലാക്കാൻ ഒരർത്ഥത്തിൽ പുള്ളിക്കാരന്റെ ഈ സിനിമയിലെ പെർഫോമൻസ് നമ്മളെ സഹായിക്കുന്നുണ്ട്. ആനിമേഷൻ സിനിമയിലെ മാവിയെ കാണിക്കുമ്പോൾ കുറച്ചുകൂടി ഒരു ലൈക്കബിലിറ്റി തോന്നും. പക്ഷേ ഇതിലേക്ക് വരുമ്പോൾ ഇത് ബോഡി സൂട്ട് ആണെന്നും മുടി വിഗ് ആണെന്നും എളുപ്പത്തിൽ മനസ്സിലാകുന്നത് കൊണ്ട് ആ കഥാപാത്രത്തോട് വലിയ ഇഷ്ടമൊന്നും അങ്ങനെ തോന്നില്ല. പിന്നെ ആനിമേറ്റ് ചെയ്യേണ്ട കഷ്ടപ്പാടില്ലാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു അനാവശ്യ കൗണ്ടർ ഡയലോഗുകളൊക്കെ ചെറുതായിട്ട് പുള്ളി പറയുന്നുണ്ട്. കാത്രീൻ ലഗായി ആണ് മൊവാനയുടെ കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുള്ളത്. ആ ക്യാരക്ടറിന്റെ അവസ്ഥകൾ കാണിക്കാനുള്ള ഒരു ഇമോഷണൽ റേഞ്ച് ഒക്കെ പുള്ളിക്കാരിക്കുണ്ട്. റെയ്ന ഓവനാണ് മൊവാനയുടെ ഗ്രാൻഡ് മദർ ആയിട്ട് വന്നിട്ടുള്ളത്. ജമൈൻ ക്ലെമന്റ് ആനിമേഷനിൽ ചെയ്ത ടൊമറ്റോവ എന്ന കഥാപാത്രത്തിന്റെ ശബ്ദമായിട്ട് ഇവിടെയും വരുന്നുണ്ട്. തന്റെ ആദ്യ ഫീച്ചർ ഫിലിം സംവിധാന സംരംഭത്തിൽ തോമസ് കൈൽ ഒറിജിനൽ സിനിമയിലെ ഹ്യൂമർ തരക്കേടില്ലാത്ത രീതിയിൽ ഇവിടെയും കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ വിഷ്വലി വൈബ്രന്റ് ആവുക എന്ന് പറയുന്നത് ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം കുറച്ച് പ്രാധാന്യമുള്ള കാര്യമാണ്. വിഷ്വൽ എഫക്ട്സിന് നിലവാരക്കുറവൊന്നും തന്നെ ഇല്ലെങ്കിലും നമ്മളിൽ അത് ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്ട് നോക്കുമ്പോൾ ആനിമേഷൻ സിനിമയിൽ നിന്ന് ഒരു പടി താഴെയാണ്. റിയലിലേക്ക് വരുമ്പോൾ മൊവാനയും മാവിയും തമ്മിലുള്ള വലിപ്പ വ്യത്യാസത്തിലും ഒരു ചെറിയ മാറ്റമുണ്ട്. ഏതെങ്കിലും രീതിയിൽ കഥാപാത്രങ്ങളിലേക്ക് കൂടുതൽ അടുക്കാൻ ശ്രമിക്കുന്ന മാറ്റങ്ങളൊന്നും തിരക്കഥയിൽ വരുത്താൻ അവർ ശ്രമിച്ചിട്ടില്ല. ആ ഒരു കാരണം കൊണ്ട് തന്നെ പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ തലയിൽ വരുന്ന ആനിമേഷനുമായിട്ടുള്ള കമ്പാരിസൺ നമുക്ക് റെസിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. മൊവാന എന്ന സിനിമയുടെ എക്സിസ്റ്റൻസിനെ കുറിച്ച് ഒരു ധാരണയും ഇല്ലാത്ത വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഈ പടം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ തന്നെയായിരിക്കും. പക്ഷേ ഒറിജിനൽ ആനിമേഷൻ സിനിമ ഇറങ്ങിയിട്ട് വെറും 10 വർഷം ആകുന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സിനിമയെക്കുറിച്ച് അറിയാത്തവർ എന്ന് പറയുന്ന കാറ്റഗറി വളരെ ചെറുതായിരിക്കും. കാണണോ വേണ്ടയോ എന്നുള്ള ഒരു ജഡ്ജ്മെന്റിലേക്ക് എത്തുമ്പോൾ ഒരേ ഫുഡ് ഐറ്റം വിറകടുപ്പിൽ വെച്ചുണ്ടാക്കിയത് വേണോ ഗ്യാസ് അടുപ്പിൽ ഉണ്ടാക്കിയത് വേണോ എന്ന് ചോദിക്കുന്നത് പോലത്തെ ഒരു വ്യത്യാസമാണ് രണ്ട് സിനിമകളും തമ്മിലുള്ളത്. മൊവാന ഏത് വേർഷൻ കാണണം എന്ന് എന്നോട് ചോദിച്ചാൽ നിസ്സംശയം ഞാൻ പറയുക ആനിമേഷൻ തന്നെയാണ്. പടം അബദ്ധമാണ് എന്നല്ല പറയുന്നത്, കഥ സെയിം ആണ്, വിഷ്വലൈസേഷൻ തരക്കേടില്ല. പക്ഷേ ഈ പറഞ്ഞതുപോലെ വെറും 10 വർഷം മാത്രം പഴക്കമുള്ള ഒരു കഥയ്ക്ക് ഒരു മാറ്റവും ഇല്ലാത്തൊരു ലൈവ് ആക്ഷൻ ഇത്ര പെട്ടെന്ന് വേണ്ടായിരുന്നു എന്ന തോന്നലാണ് പടം കണ്ടു കഴിയുമ്പോൾ ഉണ്ടാവുക. മൊവാന ഇതുവരെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതിന്റെ ആനിമേഷൻ വേർഷൻ ജിയോ ഹോട്ട്സ്റ്റാറിൽ സ്ട്രീം ചെയ്യുന്നുണ്ട്. ഇത്രയുമായിരുന്നു ഈ സിനിമയെക്കുറിച്ചിട്ടുള്ള എൻ്റെ റിവ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമെന്നും കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.